എത്രയോ സമുദായത്തെ അല്ലാഹു തആല തീക്കാറ്റ് കൊടുത്തിട്ട് ഒരല്പം ചൂട് സഹിക്കാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ. എല്ലാ പള്ളികളും AC ആയി. നമ്മുടെ പള്ളി AC അല്ലേ? ചെറിയ പള്ളികളിൽ എല്ലാം ആയി അല്ലേ? എല്ലാ പള്ളികളും AC ആണ്. പണ്ടൊരു AC പള്ളി ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ, ആറാട്ടുപുഴ ഒരു AC പള്ളി ഉണ്ടായിരുന്നു. ഇന്ന് ആ പള്ളിയിൽ മാത്രം AC ഇല്ല, ബാക്കി എല്ലാ പള്ളിയിലും AC ആയി. ആറാട്ടുപുഴ പള്ളിയിൽ മാത്രമേ AC ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അവിടെ മാത്രം AC ഇല്ല, ബാക്കിയെല്ലായിടത്തും AC ആയി. ഇവിടെ പിന്നെ വലിയ പള്ളിയാണ്, എത്ര AC വെച്ചാലാത്ത കയ്യ. റമളാൻ കഴിഞ്ഞ് വെക്കൂല്ലേ? അൽഹംദുലില്ലാ. അല്ലാതെ പറ്റില്ല. ആളുകൾക്ക് അവർ പറയുന്ന ഇതാണ്, തറാവീഹിനൊക്കെ വന്ന് നിന്നിട്ട് എല്ലാവരുടെയും നിസ്കാരം ബാത്തിലാണ്. ഈ ഫാനിന്റെ കാറ്റും പോരാ, AC-യുടെ കുളിരും പോരാ, നിന്ന് ഊതിയിറക്കാൻ നെഞ്ചിലോട് അല്ലേ? അപ്പോഴേ നിസ്കാരം ബാത്തിലാവുകയാണ്. നമ്മൾ കാലോചിതമായിട്ട് ചിന്തിക്കണം. അള്ളാഹു നമ്മുടെ ഒക്കെ ഇബാദത്തുകളെ യാതൊരു കളങ്കവുമില്ലാതെ പടച്ചവന് വേണ്ടി മാറ്റിവെക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പള്ളികൾ അങ്ങനെ ആകണം, നല്ല പള്ളികൾ, ഇത്ര മനോഹരമായ പള്ളികൾ. കേരളത്തിൽ ചില പള്ളികളിൽ ചെന്നാൽ സുജൂദ് ചെയ്യാൻ തോന്നൂല. ചില പള്ളികളിൽ കയറിയാൽ, ഈ നമ്മളൊക്കെ നിരന്തരം യാത്ര ചെയ്യുന്നവരായതുകൊണ്ട് ഈ വഴിയരികിലെ ചില പള്ളികളിൽ നിസ്കരിക്കാൻ വേണ്ടി കയറിയാൽ ഈ ഷോളൊന്നും എടുക്കാതെ, നമ്മുടെ സാധാരണ ഇത് പ്രസംഗത്തിന് പോകുമ്പോഴും പള്ളിയിൽ ജുമയ്ക്ക് മാത്രമൊക്കെ ഇടുക, എപ്പോഴും ഇങ്ങനെ മൂടി നടക്കാറില്ല. അപ്പം ഇതൊക്കെ എടുക്കാതെയാണ് പോകുന്നതെങ്കിൽ സുജൂദ് ചെയ്യാൻ തീരെ തോന്നില്ല. ഇതുണ്ടെങ്കിൽ ഇതെങ്കിലും ഇട്ടിട്ട് സുജൂദ് ചെയ്യാൻ പറ്റും. ചില പള്ളികളുടെ കോലമാണ്. അതൊന്ന് തൂക്കാനോ വാരാനോ വൃത്തിയാക്കാനോ ഒന്നും ആർക്ക് സമയമില്ല. പള്ളികൾ കയറാൻ ആളുകൾ ആഗ്രഹിക്കണം. പള്ളിക്കകത്ത് കയറിയാൽ പുറത്തിറങ്ങാൻ തോന്നരുത്. AC-യോ ഫാനോ ബഹൂറൊക്കെ വാങ്ങിയിട്ട് പുകച്ചോ ഒക്കെ ഒരു സുന്ദരമായി പള്ളിയുടെ അന്തരീക്ഷത്തെ മാറ്റണം. ആളുകൾക്ക് കയറിയാൽ പിന്നെ ഇറങ്ങാൻ തോന്നരുത്. ഇത് സലാമൊന്ന് വീട്ടിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, സലാമൊന്ന് വീട്ടിക്കഴിഞ്ഞാൽ മതി, ഒന്ന് പുറത്തു പോകാൻ ആഗ്രഹിച്ച് നിൽക്കുകയാണ് ആളുകൾ. അത്ര ചൂടാണ്, അത്ര കഠിനമായ ചൂടാണ്. പക്ഷേ മുൻഗാമികളായ ആളുകളെ അല്ലാഹു തആല നശിപ്പിച്ചത് ഒരു വിഭാഗത്തെ തീക്കാറ്റടിപ്പിച്ചിട്ടാണ്. ആലോചിച്ച് നോക്കിയേ, ഞാൻ ഈ പറയുന്ന നിങ്ങളെ ശ്രദ്ധിക്കണം. തീക്കാറ്റടിച്ചിട്ടാണ് അല്ലാഹു തആല ഒരു സമൂഹത്തെ നശിപ്പിച്ച് കളഞ്ഞത്. ഒരു വിഭാഗം ആളുകളെ അല്ലാഹു തആല കൊടുങ്കാറ്റടിപ്പിച്ച് നശിപ്പിച്ച് കളഞ്ഞു. ഒരു വിഭാഗം ആളുകളെ അല്ലാഹു കോലം മറിച്ച് കുരങ്ങന്മാരാക്കി മാറ്റി. കൂനു ഖിറദത്തൻ ഖാസിഈൻ. ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാൻ, ഭൂമി വിണ്ടുകീറി തീക്കാറ്റടിപ്പിച്ചു, കൊടുങ്കാറ്റടിപ്പിച്ചു, അല്ലാഹു തആല കുരങ്ങന്മാരാക്കി കോലം മറിച്ചു. ചില ആളുകളെ അല്ലാഹു ചെയ്ത പണി എന്താണെന്നറിയോ? പ്രളയത്തിൽ മുക്കിക്കൊന്നു. ഈ നിലയിൽ അല്ലാഹു തആല ചില വിഭാഗത്തിന് മാരകമായ പ്ലേഗ് രോഗം കൊടുത്ത് നശിപ്പിച്ചു. ഇതൊക്കെ മുൻഗാമികളായ ആളുകളെ അല്ലാഹു തആല നശിപ്പിച്ച കോലമാണ്. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് ഖുർആനാണല്ലോ ഈ പറഞ്ഞത് ഇത്രയും? തീക്കാറ്റ്, കൊടുങ്കാറ്റ്, ഭൂമി വിണ്ടുകീറൽ, പ്രളയം കൊടുത്തത്, അതുപോലെ തന്നെ കോലം മറിച്ചത്, ഇതെല്ലാം മുൻഗാമികളെ അല്ലാഹു നശിപ്പിച്ച ഓരോ രീതികളാണ്. അവരിൽ ഓരോ തെറ്റുകൾ നിഴലിച്ച് നിന്നിരുന്നു എന്നുള്ളതാണ്. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക, സ്വവർഗരതികളാവുക, അതുപോലെ തന്നെ പ്രവാചകന്മാരെ അധിക്ഷേപിക്കുക. ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കേണ്ട, കരുനാഗപ്പള്ളിക്കാരെ ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഈ ഇത്രയും തെറ്റ് ചെയ്യുന്ന ആളുകളല്ലേ നമ്മൾ? മുൻഗാമികളായ ഓരോ വിഭാഗത്തെ അല്ലാഹു നശിപ്പിച്ചത് ഓരോ തെറ്റിന്റെ പേരിലാണ്. എന്നാൽ ആ തെറ്റുകൾ മുഴുവനും ചെയ്യുന്നവരല്ലേ ഈ ഉമ്മത്ത് മുഹമ്മദ്. പക്ഷേ നമ്മുടെ സമുദായത്തെ എവിടെയെങ്കിലും അല്ലാഹു തആല തീക്കാറ്റടിപ്പിച്ച് നശിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. കൊടുങ്കാറ്റടിച്ച് അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അല്ലാഹു പ്രളയത്തിൽ മുക്കിക്കൊന്നിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ പറയും, ഏതാനും പ്രളയം നമുക്ക് വന്നില്ലേ? ഈ കരുനാഗപ്പള്ളിയിലല്ലേ സുനാമി വന്നത്? പ്രിയപ്പെട്ടവരെ, അതല്ല ടെസ്റ്റ് ഡോസാണ്. അള്ളാന്റെ പരീക്ഷണം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഖുർആൻ പഠിച്ചാലേ അതിന്റെ കഥ മനസ്സിലാക്കുകയുള്ളൂ. അല്ലാഹു തആല ബനൂ
ബനു ഇസ്രായേലിന് കൊടുത്ത പരീക്ഷണം എന്തെന്നറിയോ? ഇന്ന് പരീക്ഷണ തലയിലെ പേനുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, എവിടെ നോക്കിയാലും പേനാണ്. കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ അതിനകത്ത് നിറച്ച് പേനാണ്. കഴിക്കാൻ ഭക്ഷണം എടുത്താലും പേനാണ്. അതുപോലെ ശരീരത്തിന് വസ്ത്രത്തിന് മുഴുവനും പേനാണ്. പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, നാണക്കേടാണ്. ശരീരത്തെ ഏത് വസ്ത്രം ധരിച്ചാലും പേനാണ്, പൊഴുത്തു പേൻ കിടക്കുകയാ. ആ നിലയിൽ അല്ലാഹു പരീക്ഷണം കൊടുത്തപ്പോ ദുആ ചെയ്തു പരീക്ഷണം മാറ്റിക്കൊടുത്തു. ധിക്കാരം മാറ്റാൻ അവരെ തയ്യാറാകാതെ വന്നപ്പോ അല്ലാഹു തവളകളെ കൊണ്ട് പരീക്ഷിച്ചു. എങ്ങനെയാ തവളകളെ കൊണ്ട് പരീക്ഷിച്ചത്? കുടിക്കുന്ന വെള്ളത്തിൽ തവള, കഴിക്കുന്ന ഭക്ഷണത്തിൽ തവള, അതുപോലെ തന്നെ ധരിക്കുന്ന വസ്ത്രത്തിൽ തവള, കിടക്കാൻ പറ്റില്ല തവള. ആ നിലയിൽ അല്ലാഹു തആല ചെറിയ ജീവികളെ കൊണ്ട് പരീക്ഷിച്ചു. അവര് നന്നാകാമെന്ന് അല്ലാഹുവിനോട് ഏറ്റു പറഞ്ഞു. പക്ഷേ പടച്ചതമ്പുരാ പരീക്ഷണം മാറ്റിക്കൊടുത്തപ്പോൾ അവരെ ധിക്കാരികളായി വീണ്ടും മാറി. അല്ലാഹു രക്തം കൊണ്ട് പരീക്ഷിച്ചു. എങ്ങനെയാ? കുടിക്കാൻ പറ്റൂല. ഒരു ഗ്ലാസ് വെള്ളമെടുത്താ നിറയെ രക്തമാണ്. കഴിക്കാൻ ഭക്ഷണമെടുത്താ പച്ച രക്തമാണ്. അവരുടെ ശരീരത്തിലാകമാന രക്തമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാലിഹീങ്ങളായ ഒരാൾ കുടിക്കാൻ വെള്ളമെടുത്തപ്പോൾ അതിനകത്ത് രക്തമില്ല. അങ്ങനെയാണ് ദുർമാർഗിയായൊരു പെണ്ണ് സന്മാർഗിയായൊരു പെണ്ണിനോട് പറഞ്ഞു, പെണ്ണെ വല്ലാത്ത ദാഹമാണ്, കുടിക്കാൻ വെള്ളമെടുത്തപ്പോൾ രക്തമാണ്, അതുകൊണ്ട് നീ എനിക്ക് കുറച്ച് വെള്ളം തരുവോ? നീ കുടിക്കുമ്പോൾ അത് രക്തമാകുന്നില്ലല്ലോ. ആ പെണ്ണ് വായിലേക്ക് വെള്ളം കൊണ്ടു. എന്നിട്ട് ആ പെണ്ണിന്റെ ചുണ്ട് ഈ ദുർമാർഗിയായ പെണ്ണിന്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചിട്ട് വെള്ളം പാസ് ചെയ്തു. അല്ലാ, സന്മാർഗിയായ പെണ്ണിന്റെ വായിലിരിക്കുന്ന വെള്ളം ശുദ്ധവെള്ളമാണ്. പക്ഷേ ദുർമാർഗിയായ പെണ്ണിന്റെ വായിലേക്ക് അത് പാസ് ചെയ്തപ്പോ അത് പച്ച രക്തമാക്കി അല്ല മാറ്റിക്കൊടുത്തു. ഇത് ഖുർആനിന്റെ ആയത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതല്ലേ. ഇങ്ങനെ പരീക്ഷണങ്ങളുടെ നൂറ് രംഗങ്ങൾ അല്ലാഹു കൊടുത്തിട്ട് എല്ലാ ജനങ്ങളെയും അല്ലാഹു പരീക്ഷിച്ചത് ഓരോ തെറ്റുകൾ കാരണമാണ്. ചില ആളുകൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയവരാ. ചില ആളുകൾ സ്വവർഗരതിയിൽ ആണ്ടുപോയവരാ. ചില ആളുകൾ പ്രവാചകന്മാരെ കളവാക്കിയവരാ. ചിലര് പാവങ്ങളെ സഹായിക്കാൻ മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു സമൂഹത്തെ മൈൻഡ് ചെയ്യാറ്, അവർക്ക് വേണ്ട പരിചരണവും പരിരക്ഷയും കൊടുക്കാറ്, ജീവിതത്തിൽ വിശുദ്ധിയില്ലാതെ ജീവിച്ചവർക്ക് അല്ലാഹു തആല കൊടുത്ത പരീക്ഷണങ്ങളുടെ വലിയ ഒരു കോർവയാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. എന്നാ ചോദിക്കട്ടെ മുസ്ലിം ഉമ്മത്തെ, ഇതെല്ലാം ഇന്നത്തെ സമുദായത്തിലില്ലേ? അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവരുന്നില്ലേ? പാവപ്പെട്ടവരെ പുച്ഛിക്കുന്നവരുന്നില്ലേ? പ്രവാചകന്മാരെ അധിക്ഷേപിക്കുന്നവരുന്നില്ലേ? അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാത്തവരുന്നില്ലേ? കള്ളിന്റെയും പെണ്ണിന്റെയും മദ്യത്തിന്റെയും മദിരാക്ഷിയുടെയും പിന്നാലെ പരക്കം പായുന്നവരില്ലേ? എന്നിട്ട് ഞാൻ ചോദിക്കുകയാ, പ്രളയം കൊണ്ടല്ല പരീക്ഷിച്ചില്ല, അല്ലാഹു കോലം മറിച്ചില്ല. കാസർഗോഡ് മുതൽ കേരളത്തിന്റെ കന്യാകുമാരി വരെയുള്ള ഏതെങ്കിലും കേരളത്തിന്റെ കഥയെടുത്ത് നോക്ക്. എവിടെയെങ്കിലും അല്ലാഹു ഏതെങ്കിലും മനുഷ്യരെ കുരങ്ങാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും മനുഷ്യരെ അല്ലാഹു പാമ്പാക്കിയിട്ടുണ്ടോ? എന്തേ പടച്ചവന് കഴിവില്ലാത്തത് കൊണ്ടാണോ? ഇതൊന്നും അല്ലാഹു നമ്മളെ ശിക്ഷിക്കാതെ നമ്മളോട് യാതൊരു നിലയിലുള്ളതായ പടച്ചവന്റെ പരീക്ഷണങ്ങളൊന്നുമില്ലാതെ ഇത്രയും നാള് കാപ്പരക്ഷിച്ച പടച്ചവനുണ്ടല്ലോ. ആ പടച്ചവന്റെ മുമ്പിൽ പാപമോചനത്തിന്റെ കരങ്ങൾ നീട്ടിയാൽ അല്ലാഹു പാപങ്ങൾ പുറത്തു തരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ കറകൾ കഴുകാൻ പടച്ചതമ്പുരാനോട് ഏത് സമയത്തും ചോദിക്കേണ്ടത് അസ്തഗ്ഫിറുല്ലാഹല്ലദീ, എനിക്ക് നീ പൊറുക്കലിനെ തരണേ അല്ലാ. നീ പൊറുത്തില്ലെങ്കിൽ ഞാൻ ഹതഭാഗ്യനാ. നീ പൊറുത്തില്ലെങ്കിൽ കത്തിയാളുന്ന നരകത്തിൽ ഞാൻ ആപതിച്ചു പോകും റബ്ബേ. അതുകൊണ്ട് പൊറുത്തു തരണേ തമ്പുരാനെ എന്ന് അല്ലാഹുവിനോട് തേടേണ്ട 10 ദിവസങ്ങളാ നമ്മുടെ മുമ്പിലുള്ളത്. ആ പാപമോചനം തേടാൻ നമ്മൾ തയ്യാറാകണം. ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും, അത് ഞങ്ങൾ വല്ല തെറ്റ് ചെയ്തിട്ട് വേണ്ടേ പാപമോചനം തേടാൻ. നമ്മുടെയൊക്കെ ഒരു ധാരണ ഉണ്ട്, എന്താണെന്നറിയോ? നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഇസ്തിഗ്ഫാർ, പാപമോചനം എന്ന് നമ്മൾ ഇപ്പോഴും വിശ്വസിച്ചു പോരുകയാണ്. അല്ല, പാപികൾക്ക് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു കാണിച്ചു കൊടുത്ത ഒരു വഴി മാത്രമാണ് ഇസ്തിഗ്ഫാർ. അല്ലാതെ അത് പാപത്തിന്റെ കറകൾ കഴുകാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഗതിയല്ല. അതൊരു ഇബാദത്താണ്. നിസ്കാരം പോലെ, നോമ്പ് പോലെ, തസ്ബീഹ് പോലെ, തഹ്മീദ് പോലെ, തംജീദ് പോലെ, തക്ബീർ പോലെ, തഹ്ലീൽ പോലെ ഒരു ഇബാദത്താണ്.
അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക എന്ന് പറയുന്നത്. അതിൻ്റെ തെളിവെന്താണെന്നറിയോ? പ്രവാചകന്മാരാരെങ്കിലും തെറ്റ് ചെയ്യോ? പ്രവാചകന്മാരാരെങ്കിലും തെറ്റ് ചെയ്യോ? മഅസൂമീങ്ങളല്ലേ? ഏതെങ്കിലും പ്രവാചകന്മാർ തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പ്രത്യേകിച്ച് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പാപത്തിൻ്റെ എന്തെങ്കിലും ഒരു ചാപല്യം തൻ്റെ ജീവിതത്തിൻ്റെ 7 അയൽപ്പക്കത്തെങ്കിലും വന്നിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ നായകനല്ലേ ഈ സ്വർഗം സൃഷ്ടിക്കപ്പെടാൻ കാരണം? അള്ളാഹുവിൻ്റെ ഹബീബല്ലേ നരകം സൃഷ്ടിക്കപ്പെടാൻ കാരണം? അള്ളാഹുവിൻ്റെ റസൂലല്ലേ അർശും കുർസും ലൗഹും കലമും ഒക്കെ സൃഷ്ടിക്കപ്പെടാൻ കാരണം? അള്ളാഹുവിൻ്റെ ഹബീബാണ് സർവ്വലോകവും സൃഷ്ടിക്കപ്പെടാൻ കാരണഭൂതര്. അള്ളാഹ് അല്ലാത്ത എല്ലാത്തിൻ്റെയും സൃഷ്ടിപ്പിന് കാരണക്കാരൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെട്ട പ്രവാചകൻ ദിവസവും 100 ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു. നബി എന്ത് തെറ്റ് ചെയ്തിട്ടാ നബി? നമ്മുടെ നായകൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമോ? എന്നിട്ട് 100 ഇസ്തിഗ്ഫാർ ചൊല്ലിയത് എന്തുകൊണ്ടാണ്? സമുദായത്തെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, എൻ്റെ പൊന്നനുചരന്മാരെ, എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഇസ്തിഗ്ഫാർ പാപം ചെയ്യുന്നവർക്ക് മാത്രമുള്ളതല്ല, അതൊരു ഇബാദത്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. 100 ഇസ്തിഗ്ഫാർ. നമ്മളോ റമളാൻ മാസത്തിൽ മാത്രം, അതും 2ാമത്തെ 10 മാത്രം, അതും 15 പ്രാവശ്യം. 3 15, 5 വഖത്ത് നിസ്കാരത്തിൽ 3 വട്ടം വീതം, തറാവീഹിന് 3, വിത്തറിന് ചില പള്ളികളിലുണ്ട് 3, അങ്ങനെ 15 6 21 പ്രാവശ്യം ദിവസം നമ്മൾ റമളാന്റെ 2ാമത്തെ 10 മാത്രം ചെയ്യുന്ന സംഗതി ദിവസം റമളാൻ അല്ലാത്തപ്പോഴും എൻ്റെയും നിങ്ങളുടെയും നേതാവ് 100 വട്ടം ചൊല്ലുമായിരുന്നു ഇസ്തിഗ്ഫാർ. നമ്മൾ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അത് ഇസ്തിഗ്ഫാറിൻ്റെ മറ്റൊരു വെർഷനാണ്, മറ്റൊരു ഭാഷയാണ്. എന്നാലോചിച്ച് നോക്കിയാൽ നമ്മൾ എത്ര ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട്? നമ്മുടെ നായകൻ ഒരു തെറ്റും ചെയ്തില്ല. നമ്മൾ എന്ത് തെറ്റാ ചെയ്യാത്തത്? ഈ റമളാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു മുസ്ലിം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, എഴുന്നേക്കാൻ പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ മാത്രം ഉണ്ടാവും. അത് ഞാൻ തെറ്റ് ചെയ്യാത്തത് കൊണ്ടല്ല, ഞാൻ നിൽക്കുന്ന ആളായതുകൊണ്ടാണ്. ഇത് പറയുമ്പോൾ ഞാൻ അങ്ങ് ഇരിക്കേണ്ടി വരും. കാരണം ബാക്കിയെല്ലാവരും ഇരിക്കുകയാണല്ലോ. നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പാപികൾക്ക് മാത്രമുള്ളൊരു മരുന്നാണെന്ന് ആരും ചിന്തിച്ചു പോണ്ട. ഇൻഷാ അല്ലാ ഈ പാപമോചനത്തിൻ്റെ നല്ല രാവുകൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ തൽക്കാലം ഞാൻ ആഖിറത്തിൻ്റെ കാര്യം അങ്ങ് നിർത്തുകയാണ്. എല്ലാവർക്കും വേണ്ടത് ദുനിയാവിൽ എന്തെങ്കിലും കിട്ടുമെന്നറിയില്ല. ഈ പാപമോചനം കൊണ്ട് ദുനിയാവിൽ എന്തെങ്കിലും കിട്ടുമെന്നറിയാമെങ്കിൽ ആളുകൾ ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകൾ വരും, ധാരാളം ആളുകൾ വരും. ദുനിയാവിൽ എന്ത് നേട്ടം നമുക്കുള്ളത്? ഇൻഷാ അല്ലാ പാപമോചനം കൊണ്ട് ദുനിയാവിൽ എന്ത് നേട്ടം ഉള്ളത്, അത് ഇൻഷാ അല്ലാ നമുക്കൊന്ന് വിശദീകരിക്കാം. വളരെ കുറഞ്ഞ സമയം ഇനി ഉള്ളൂ. ആ സമയത്തിൻ്റെ ഉള്ളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ നമുക്ക് എന്ത് ഗുണമാണ് ഈ പാപമോചനം കൊണ്ട് കിട്ടുക? അതുകൊണ്ട് ചോദിച്ചോളി അള്ളാഹുവിനോട്. 1, മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു, ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരാൾ വരികയാണ്. നിറഞ്ഞ സദസ്സാണ്. ഹസൻ ബസരി തങ്ങൾ പ്രസംഗിക്കുകയാണ്. ഒരാൾ ഒരു ശിഷ്യനെ എഴുന്നേറ്റ് ചോദിക്കുന്നു, തങ്ങളെ, എനിക്ക് സന്താനങ്ങളില്ല, വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, ഞാൻ എന്താ ചെയ്യേണ്ടത്? മക്കളില്ല. സദസ്സിൽ നിന്ന് മറ്റൊരാൾ എഴുന്നേറ്റു. അയാൾ പറഞ്ഞു, തങ്ങളെ, എനിക്കും മക്കളില്ല, ഞാൻ എന്താ വേണ്ടത്? അല്ലാഹു എനിക്ക് സന്താനങ്ങളെ തന്നിട്ടില്ല. ഒരാൾ പറഞ്ഞു, എനിക്ക് ഒരു മകനുണ്ട്, അത് പോരാ, എനിക്ക് സന്താനങ്ങൾ ഇനിയും വേണം, ഞാൻ എന്താ ചെയ്യേണ്ടത്? അവരോട് ഹസൻ ബസരി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുക. ആ സമയത്ത് കിട്ടിയ അവസരമല്ലേ? വേറൊരാൾ എഴുന്നേറ്റ് പറഞ്ഞു, തങ്ങളെ, എനിക്കൊരു പരാതിയുണ്ട്. എന്ത് പരാതിയാ നിനക്കുള്ളത്? ദാരിദ്ര്യമാണ്, ഒരു പൈസ കയ്യിലില്ല തങ്ങളെ, എന്നും കഷ്ടപ്പാടാണ്, ദാരിദ്ര്യമാണ്. ആ മനുഷ്യനോട് ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോ സഹോദരാ.
അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞോ, പാപമോചനം തേടിക്കോ. അയാൾ ഇരുന്നപ്പോ മറ്റൊരാൾ എഴുന്നേറ്റു, എന്നിട്ട് പറയുന്നു, തങ്ങളെ, മഴയില്ലാത്ത കാരണത്താൽ കഷ്ടതയിലാ, വറ്റി വരണ്ട വയലേലകളാ വിണ്ടുകീറി കിടക്കുകയാ, കൃഷി ഇറക്കിയിട്ട് വെള്ളമില്ലാത്തതിന്റെ പേരില്, മഴ വർഷിക്കാത്തതിന്റെ പേരിൽ വലിയ പ്രയാസത്തിലാണ്. അതുകൊണ്ട് എന്താ ഞാൻ വേണ്ടത് തങ്ങളെ? ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, നീ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. അയാളോടും പറഞ്ഞത് ഇസ്തിഗ്ഫാറാണ്. നാലാമതൊരാൾ എഴുന്നേറ്റിട്ട് പരാതിയല്ല പറഞ്ഞത്, സംശയമാണ്. തങ്ങളെ ഒന്ന് ചോദിച്ചോട്ടെ, അയാൾക്ക് മക്കളില്ലെന്ന് പറഞ്ഞു, ഇയാൾക്ക് കടമുണ്ട്, ദാരിദ്ര്യമാണെന്ന് പറഞ്ഞു, മറ്റേയാൾ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. ഈ 3 പേരും പറഞ്ഞത് 3 കാര്യമാണ്. അവർക്ക് 3 പേർക്കും 3 മറുപടിയല്ലേ കൊടുക്കുക. പക്ഷെ നിങ്ങൾ കൊടുത്ത മറുപടി ഒന്നാണല്ലോ. 3 പേരും പറഞ്ഞ രോഗങ്ങൾ വേറെ. ഒരാൾ വന്ന് ക്യാൻസർ, മറ്റേയാൾ വന്ന് ട്യൂമർ, വേറൊരാൾ വന്ന് പ്രഷർ, മറ്റൊരാൾ വന്ന് ഷുഗർ. ഈ 4 പേർക്ക് കൊടുക്കുന്ന മരുന്നൊന്ന്. എങ്ങനെ ശരിയാവും? അദ്ദേഹത്തിന്റെ സംശയം അതാണ്. 3 പേരുടെയും ആവശ്യം 3 അല്ല തങ്ങളെ, പക്ഷെ അതിന് നിങ്ങൾ കൊടുത്ത മറുപടി ഒന്നാണ്. അതെങ്ങനെയാ ശരിയാവുക എന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചോ.